പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആവശ്യമായത് ചിന്തിക്കാം. ദൈവത്തിന്റെ ശബ്ദത്തിനെ പ്രമാണിക്കുവാൻ നമുക്ക് കഴിയുന്നുവോ? ദൈവമക്കളെ, കുറവ് നമ്മുടെ പക്കലുണ്ടെന്ന് സമ്മതിക്കാം. നമുക്ക് സ്വസ്ഥത ദൈവസന്നിധിയിൽ ഉണ്ടാകണം. നാം മുഖാന്തരമായി നമ്മെ സമീപിക്കുന്ന എല്ലാവർക്കും നാം സ്വസ്ഥതയുള്ളവരായി തീരണം. ഇത് ഈ വിളിയുടെ ഒരു ശ്രേഷ്ഠതയാണ്. ഈ സഹോദരനിലൂടെ ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്റെ ജീവകാലത്ത് ദൈവത്തിന്റെ ശബ്ദത്ത് എങ്ങനെ പ്രമാണിപ്പാൻ കഴിയുമോ, ജീവകാലം മുഴുവൻ തന്റെ ജീവിതത്തിൽ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. ആ ശബ്ദത്ത് ഞാൻ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന്. അടുത്തതായി പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുന്നു എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇത് പ്രയാസമുള്ള വിഷയമാണ്. സാധാരണ ഒരു ചൊല്ലുണ്ട്, എന്റെ ഇഷ്ടം. പഴയ ആളുകൾക്കൊക്കെ അറിയാം, എന്റെ ഇഷ്ടം പൊന്നിഷ്ടം. ആരാന്റെ ഇഷ്ടം? ബിമ്മിഷ്ടം. ദൈവത്തിന് സ്തോത്രം. എന്ന പോലെ ആത്മിന്റെ കഥ ഇതാണ്. എന്റെ ഇഷ്ടവുമില്ല, പൊന്നിഷ്ടവുമില്ല. പിന്നെ ജീവകാലം മുഴുവൻ ഈ ലോകത്തിൽ ദൈവനാമ മഹത്വത്തിനായി ദൈവജനത്തിനായി ജീവിച്ചു പോകും. ചിലര് പറയും, വളരെ പുകഴ്ത്തി സന്തോഷത്തോടെ സ്നേഹത്തോടെ വളരെ ആദരവോടെ നമ്മളെ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു വരാം, സ്നേഹിക്കുന്നത്. എന്നാൽ അതേ വ്യക്തികൾ തന്നെ താടിയിട്ട് ചവിട്ടുന്നതും കാണും. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറയാനുള്ളത് എങ്ങനെയാണ്, താടിയെന്ന് പൊക്കാൻ വരുമ്പോഴേ പറയണം, പ്രിയ സഹോദര സഹോദരി, ഞാൻ തറയിൽ നിന്നോളാം, ദയവ് ചെയ്ത് എന്നെ പൊക്കരുത്. എന്നെ എടിയിലും വെക്കണ്ട, തലയിലും വെക്കണ്ട. തലയിൽ വെച്ച ഉറപ്പാണ് അല്പം കഴിയുമ്പോൾ ഇവൻ തറയിലാണ്. യേശു പറഞ്ഞ വാക്കാണ്, മനുഷ്യൻ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഓ സിസ്റ്റർ, സിസ്റ്ററുടെ പാട്ട് എന്ത് നന്നായിരിക്കുന്നു. അപ്പച്ചന്റെ പ്രസംഗം ഇന്ന് കൊളനടയില് പിള്ളാരുടെ ഭാഷയെ പറഞ്ഞ ആടി പൊടിയായിരുന്നു. അങ്ങോട്ട് മാറി നിന്ന് പറയുന്ന ബാക്കി കാര്യം കേട്ടാൽ അത് പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. മനുഷ്യന്റെ മുഖസ്തുതിക്കും പുകഴ്ചയ്ക്കും മനുഷ്യന്റെ പ്രീതിക്കും വേണ്ടി ജീവിക്കുന്നതല്ല കർത്താവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. കർത്താവിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ഏതാണ്? അതിനെ കുറിച്ചൊക്കെ വിവരിക്കാനുണ്ട്. ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പോൾ തന്നെ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആദ്യത്തെ വാക്യങ്ങളിൽ 12-ാം അധ്യായത്തിൽ വായിക്കുന്നു, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവത്തിന് സ്തോത്രം. കൊളനടയിൽ നിന്ന് പോകുമ്പോൾ ഈ കൊളനടയിലെ മനസ്സും കൊളനടയിലെ രൂപാന്തരവും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വിട്ടിട്ട് ഇനി അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് രൂപാന്തരം തുടങ്ങുകയാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഇതാണോ പെന്തിക്കോസ്? ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഈ ബൈബിളിൽ സിയോൻ പ്രാപിക്കുവാൻ വയലിലെ ചെളി ചുമക്കണമെന്ന് എവിടാണ് എഴുതി വെച്ചേക്കുന്നത്? ഒരു വേല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു വലിയ കുളം കുഴിച്ചുകൊണ്ടിരിക്കുക. അടുത്ത പേര് വന്നിട്ട് പിന്നൊരു ചോദ്യം ചോദിച്ചു, എല്ലാ ദിവസവും ഈ കഞ്ഞിയും പയറും കുടിക്കണമെന്ന് ഇത് മുഖാന്തരമാണ് സിയോനിൽ പോകുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര, നിന്നെ കർത്താവിന്റെ പേരേക്ക് എടുത്ത് അതിന് മുമ്പേ നീ ഇവിടെ വന്ന് നിൽക്കുക. ഇപ്പൊ നിന്റെ അനുഭവം ഇതാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോളാം. അതുപോലെ ഒരു ദിവസം അവനെ കാണാതെ. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ കൊടശനാട്ട് ഒരു വെയിറ്റിംഗ് ഷെഡിൽ ബസ് കയറാനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അപ്പുറത്ത് ഒരാൾ നിന്നിട്ട് ഓടി എന്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, എന്നെ അറിയാമോ? നിന്നെ എനിക്കറിഞ്ഞു. അപ്പൊ എന്നോട് അവൻ ഒരു ബൈബിൾ ക്ലാസ് നടത്തുക. എന്താന്ന് വെച്ചാൽ
ഞാൻ എന്ന് വേലക്കിറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് സ്തോത്രം പറയേണ്ടി വന്നേ. ഇപ്പൊ നോക്ക്, 3 പിള്ളേരും എന്റെ ഭാര്യ. ഇപ്പൊ 5 സ്തോത്രമാണ് ഒറ്റയടിക്ക് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, കൊള്ളാടാ, ഈ വെളിപ്പാട് തന്നെയാണ് നിനക്ക് പറ്റിയത്. ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നവൻ ആരാണ്? അവൻ ദൈവരാജ്യ നിമിത്തം ഷണ്ണനാണ്. ദൈവ ഇഷ്ടം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഹിതമായതല്ലാതെ അവന്റെ ജീവിതത്തിൽ വേറൊരു മാർഗമില്ല. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? സമർപ്പിച്ചു കഴിഞ്ഞു, ആ വിളി ലഭിച്ചു, സ്വർഗരാജ്യത്തിന്റെ ശക്തി ജീവിതത്തിൽ നിഴലിട്ട് കഴിഞ്ഞപ്പോൾ ജീവിതം പാടെ മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഇനി എന്റെ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് മതി, ഇനി ദൈവഹിതം എനിക്ക് ചെയ്താൽ മതി. അതിന് രൂപാന്തരപ്പെട്ട ഒരു ജീവിതം ദൈനംദിനം ജീവിതത്തിൽ ആവശ്യമാണ്. കാലങ്ങൾ മുൻപോട്ട് പോകുന്തോറും പരീക്ഷകൾ, നിന്ദകൾ, പരിശോധനകൾ, ആക്ഷേപങ്ങൾ ഒന്നൊന്നായി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. മുൻകാല ദൈവമക്കൾ, വിശുദ്ധന്മാർ, കർത്താവിന്റെ ശുശ്രൂഷകരെ നോക്കിയാൽ പട്ടിണി കിടന്ന ദിവസങ്ങൾക്ക് കണക്കില്ല. വാഹനങ്ങളില്ല, ചെരുപ്പില്ല, കൊടയില്ല. ഈ തരത്തിൽ ആരംഭിച്ച ഈ ശുശ്രൂഷ ഇങ്ങനെ മുൻപോട്ട് പോയി അവരെല്ലാം ഇതിൽ എങ്ങനെ എരിഞ്ഞ് അവസാനിച്ചു എന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ താല്പര്യം മുഴുവൻ എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന് മാത്രമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പറയുന്നു, വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വെച്ച് ഭർത്താവിനോട് ചിന്തിക്കുന്നു. വിവാഹം കഴിയാത്തവളോ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വെച്ച് കർത്താവിനോട് ചിന്തിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഇതിനായി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി വേർതിരിക്കപ്പെടുകയാണ്. ഇന്ന് ഈ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ആളില്ല. മറ്റുള്ളിടത്ത് ശുശ്രൂഷകർ ധാരാളമുണ്ട്, സഭയില്ല. ഇത് നേരെ തിരിഞ്ഞുപോയി. സഭകളുണ്ട്, നടത്തുവാൻ ശുശ്രൂഷകരില്ല. ഇവിടെ ഇരിക്കുന്ന പലരും 2 സഭ നടത്തുന്നവരാണ്. കാരണം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒരാളെ വെച്ചുവാൻ ഇല്ലാതെ വന്നിരിക്കുന്നു. കർത്താവിന്റെ വേലക്കാരുടെ അഭാവം ദൈവസഭയിൽ വളരെയാണ്. എന്നാൽ ഇന്ന് ഒരു പരസ്യം കൊടുക്കുന്നു, ദിവസം 50 രൂപ ശമ്പളത്തിന് ആളെ എടുക്കുന്നു എന്ന് പറയാമെങ്കിൽ നാളെ കുളനട ബൈത്തോമിന്റെ മുറ്റം മൊത്തം ആളിനെ കൊണ്ട് നിറയും. എന്നാൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ മാനദണ്ഡം എന്താണ്? എങ്ങനെ മുൻപോട്ട് ജീവിക്കും? ദൈവത്തിന് സ്തോത്രം. അതെ, വിശുദ്ധ വേദപുസ്തകം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത് മറക്കരുത്. ഇനി ചന്ദ്രവാസ ആയാലും മറക്കരുത്. ഞാൻ പുറത്തോട്ട് പറയേണ്ട ആവശ്യമില്ല. ഉദ്ദേശിക്ക് മാത്രമല്ല ഈ പ്രമാണം. ഇപ്പൊ വേറെ ഒരു വിഭാഗത്തിലാണെങ്കിൽ ഒരാൾ ബൈബിൾ കോളേജിൽ പഠിച്ചു, അയാളെ ഓർഡിനേഷൻ കൊടുത്തു, ആ സഭയിൽ വന്നാൽ ഉടനെ പാസ്റ്ററാണ്. ഈ സഹോദരൻ പാസ്റ്ററാവണമെങ്കിൽ ഇനി 26 വർഷം പോകാം. നിങ്ങൾ കയറി പാസ്റ്റർ എന്ന് വേണേ ഇന്ന് വിളിച്ചു, ഞാനും ചെറുപ്പം പറയുന്നില്ല. പക്ഷേ നടത്തിപ്പുകാർ പാസ്റ്റർ എന്നൊരു ഓർഡിനേഷൻ കൊടുക്കണമെങ്കിൽ ഇന്നത്തെ കണക്കനുസരിച്ച് 26 വർഷം അപ്പുറം പോകണം. ഇതിനിടയ്ക്ക് എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ അതിനനുസരിച്ച് സമയം നീണ്ടു വിട്ടുകൊണ്ടിരിക്കും. എന്താണ് ഇങ്ങനെ കർശനമായ ഒരു പ്രമാണം? ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം നടത്തിപ്പുകാർ അഭിഷേകം ചെയ്ത് അതാത് സ്ഥാനങ്ങളിൽ ആക്കി വെക്കുമ്പോൾ വിശ്വസ്തയോടെ ജീവിച്ച് ഭയത്തോടും ഹൃദയത്തോടും ജീവിത വിശുദ്ധിയോടും മുൻപോട്ട് പോകേണ്ടതായ ഒരു പ്രമാണമാണിത്. എങ്ങനെ ജീവിക്കണം, ആത്മീയൻ എങ്ങനെ ജീവിക്കണം? വീട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദാഹിച്ച വെള്ളം ഒരാളോട് ചോദിക്കാൻ അനുവാദമില്ല. ചിലർ പറയും, ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ വളരെ വല്ലാതെ കുഴഞ്ഞു പോയി. കാരണം ഒരു വ്യക്തി ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നുകൊണ്ട് വിദേശ രാജ്യത്ത് എന്നെ വിളിച്ചു, സ്നേഹം ഉണ്ടെങ്കിൽ എന്നോട് എന്തോ വേണമെന്ന് പറയണം, ഞാൻ എന്തോ വേണേലും മേടിച്ചുകൊണ്ട് വരാം. അപ്പൊ ഞാൻ സ്നേഹമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ഇതേ ഉള്ളൊരു മാർഗം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണല്ലോ, വിശ്വാസത്താൽ ജീവിക്കുന്നവരല്ലേ.
നീ അവിടെ നിന്ന് കണ്ണം കടയ്ക്കാൻ പറ. എന്നിട്ട് ഒരു അടുവിന് സ്തോത്രം ചെയ്ത് ഏതെങ്കിലും ഒന്ന് കയറി കണ്ണടക്കി പിടിച്ച് എടുത്തോണ്ടി പോയാൽ ദൈവത്തിന്. സൂപ്പർ മാർക്കറ്റ് മൊത്തം കൊണ്ടുവന്നാലും ഇവിടെ നിമിഷ നേരത്തിൽ നമ്മൾ ചെലവഴിക്കും. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരാളുടെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത് മറ്റുള്ളവർക്ക് അടിമപ്പെട്ട് ചെയ്യേണ്ടതായ ശുശ്രൂഷയല്ല. ഇത് സ്വർഗത്തിനായ ദൈവത്തിന് ദാസന്മാരായിരുന്ന് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ ജീവകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ആയിരിക്കണം. അതൊരിക്കലും വിട്ടുകളയരുത്. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ദൈവസന്നിധിയെ താഴ്ത്തുന്നു. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേർപെട്ട് 16 കൊല്ലവും 3 മാസവും കൊട്ടാരക്കര സെന്ററിൽ ഞാൻ വേലയിൽ 18 സ്ഥലങ്ങളിൽ മാറി മാറിയിരുന്നു. ഒരിടത്ത് 5 പൈസ എന്റെ കൂടെ വന്നിട്ട് ദൈവത്തിന് സ്തോത്രം. വിവരിക്കുന്നില്ല. സെന്ററുകൾ പലതും മാറി. മനഃപൂർവമായി ഒരു സ്ഥലത്ത് ഈ പണം എന്റെ കൂടെ വന്നിട്ടില്ല. കാരണം എന്റെ തീരുമാനം, എന്റെ നീതിമാൻ പണം കൊണ്ടല്ല ജീവിക്കുന്നത്, വിശ്വാസത്താൽ ജീവിക്കും. ആ അനുഭവം വളരെ മാധുര്യമേറിയതാണ്. ഇത് വിശുദ്ധന്മാർക്ക് ദൈവം കാണിച്ചു കൊടുത്ത മാർഗം. ഈ സഹോദരന്റെ ജീവിതയാത്രയിൽ ഈ കുടുംബം വിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ ഇന്നു മുതൽ അവൻ ദരിദ്രനായി തീരുകയാണ്. ലോകസമ്പാദ്യങ്ങൾ വേണ്ട, ഈ ലോകത്തിൽ ഉള്ള യാതൊരു ശ്രേഷ്ഠതയും വേണ്ട, സ്ഥാനവും വേണ്ട, മാനവും വേണ്ട, പേരും വേണ്ട, പ്രശസ്തിയും വേണ്ട. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ ശബ്ദത്തെ എനിക്ക് പ്രമാണിക്കണം, ദൈവത്തിന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കണം. അടുത്തതായിട്ട് പറയുകയാണ്, അവന്റെ നിയമം എനിക്ക് പ്രമാണിക്കണം. ദൈവത്തിന് സ്തോത്രം. നിയമം എങ്ങനെ പ്രമാണിക്കുന്നു എന്ന് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പനെയോ അമ്മയെയോ കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറയുകയാണ്. ഇത് പഴയ നിയമത്തിൽ ലേവ്യ പൗരോഹിത്യത്തിന്റെ ഒരു പ്രമാണമായിരുന്നെങ്കിൽ ഇത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും നിലം പുരയിടങ്ങളെയും ജീവനെയും പറിക്കാതിരിക്കുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നതല്ല. 33-ാം വാക്യത്തിൽ അത് ഉറപ്പിച്ച് പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങളിൽ ഒരുവൻ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. കർത്താവിന് ശിഷ്യനായിരിക്കണമെങ്കിൽ ശിഷ്യന്മാരെ കുറിച്ച് പല വിധത്തിൽ നമ്മൾ പറയുന്നു, കാണുന്നു, ദൈവവചനത്തിൽ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിവരിപ്പാൻ സമയമില്ല, ഞാൻ ചുരുക്കി പറയുകയാണ്. കർത്താവിന്റെ വേല ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, സുവിശേഷം അറിയിക്കുവാൻ ഒക്കെ അതിൻ്റെതായ നിലയിൽ വിശുദ്ധന്മാരാലാക്കപ്പെട്ടവരുണ്ട്. സ്വയമായി അങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. അതിനൊന്നും തടസ്സമില്ല. എന്നാൽ ഈ ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം എന്താണ് പ്രിയരെ? അത് ഞാൻ വേഗം പറയുകയാണ്. രക്ഷ അല്ലെങ്കിൽ ഒരു നിലം ഒരുക്കുവാൻ അനേകർ വേലക്കാരുണ്ട്. ആ നിലം വിതയ്ക്കുവാൻ അനേക ശുശ്രൂഷകരുണ്ട്. ഈ നിലത്തിൽ വിതച്ചതിനെ വളർത്തുവാനും അനേകരുമുണ്ട്. എന്നാൽ ഇതിനെ കൊയ്തെടുക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. യജമാനോട് കൊയ്ത്തിന് വേണ്ടി, വേലക്കാർക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുവീൻ. ഈ നാളുകളിൽ ദൈവമക്കളെ അധികമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ നശിച്ചു പോകുന്ന ലോകത്തിന്റെ ആശാവാശങ്ങളിൽ കുടുങ്ങി എത്രയോ ചെറുപ്പക്കാർ ലോകത്തിലേക്ക് പോയി നശിക്കുക. എന്നാൽ ദൈവ നിയമം എനിക്ക് പ്രമാണിക്കണം എന്ന് പറഞ്ഞ് അപ്പനെയോ അമ്മയോ ഞാൻ കണ്ടില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു ശ്രേഷ്ഠമായ തീരുമാനം ജീവിതത്തിലേക്ക് വരികയാണ്. ലേവിയെ കുറിച്ച് അങ്ങനെ നമ്മൾ കാണുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിനൊരു സംഭവമുണ്ട്. സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഒരു കൽപ്പന നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഒന്ന് വേഗം വായിച്ചോട്ട വാക്യം. കടിഞ്ഞൂലെല്ലാം എനിക്കുള്ളത്, ഞാൻ മിസ്രയീം ദേശത്ത് കടിഞ്ഞൂലിനെയൊക്കെ കൊന്ന നാളിൽ ഇസ്രായേലിൽ മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ എല്ലാം എനിക്കായിട്ട് ശുദ്ധീകരിച്ചു. അത് എനിക്കുള്ളതായിരിക്കണം, ഞാൻ യഹോവയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഉപദേശ പിശകുകൾ നമുക്ക് ചിലപ്പോൾ വരാം. ചിലർ ചിന്തിക്കുന്നത് ലേവിയെ ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തത് മോശ ഇസ്രായേൽ മക്കളെ ആ കാളക്കുട്ടിയെ അവർ ആചരിച്ച സമയത്ത്, അതിനെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ച സമയത്ത് ലേവിയരെ വാള് അരയ്ക്ക് കെട്ടി മാതാപിതാക്കളെ സഹോദരങ്ങളെ നോക്കാതെ വെട്ടി, അപ്പോഴാണ് തിരഞ്ഞെടുത്തതെന്ന് ഇവിടെ വായിച്ചത് എങ്ങനെയാണ്? ഈ 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിച്ചത് എങ്ങനെയാണ്? മിസ്രയീമിൽ അവർ അടിമകളായിരുന്നപ്പോൾ അവരെ ഞാൻ എനിക്കായി ശുദ്ധീകരിച്ചു. ആരെ ശുദ്ധീകരിച്ചു? ആദ്യ ജാതന്മാരെ എനിക്കായി ശുദ്ധീകരിച്ചു. ശ്രദ്ധിക്കണം, സഭകൾ പലതുണ്ട്, ഉപദേശങ്ങൾ പലതുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം, അതിന്റെ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് നാം ചെന്നെത്തുവാൻ തക്കവണ്ണം നാം എവിടെ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. പാരമ്പര്യം നമ്മെ അവിടെ കൊണ്ടുപോവുകയില്ല. ലോകത്തിന്റെ ജ്ഞാനമോ പണമോ നമ്മളെ അവിടെ എത്തിക്കുകയില്ല. പിന്നെയോ അവിടെ എത്തിച്ചേരണമെങ്കിൽ ആദ്യ ജാതന്റെ ഗണത്തിൽ ആയിത്തീരണം. ഇവിടെ നമ്മൾ കാണുന്നു, കടിഞ്ഞൂലുകളെ ഒക്കെയും എനിക്കായി ഞാൻ ശുദ്ധീകരിച്ചു, അവർ എനിക്കുള്ളവരാകുന്നു, അവർ സാക്ഷാൽ ദൈവത്തിന് ദാനമായുള്ളവരാണ്. ഇതെവിടെ വേർതിരിച്ചു? 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം മിസ്രയീമിൽ അയക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെയും സംരക്ഷിച്ചു. അന്ന് ദൈവം അവരെ തനിക്കായി വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാനങ്ങനെ പറഞ്ഞു വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി വേർപെട്ട് വരുന്നവൻ ആരാണ്? ആദ്യ ജാതന്റെ ഗണത്തിലുള്ളവനാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിന് 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും വായിക്കാണ്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാന്റെ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നു. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം എഴുതിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭ ഏതാ? ആദ്യ ജാതന്മാരുടെ സഭ. ദൈവത്തിന് സ്തോത്രം. ആദിജാതന്മാരുടെ സഭയിലേക്ക് ഒരു വ്യക്തി ആയി തീരണമെങ്കിൽ ആ ആദ്യജാതന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനായി തീരണം. അത് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ആദ്യജാതനാകേണ്ടതിന് വചനത്താൽ വീണ്ടും ജനിപ്പിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണത്താൽ പാപമോചനവും അവന്റെ വചനത്താൽ ജലസ്നാനവും അടുത്ത പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ അവൻ ആദിജാതനായി മാറുകയാണ്. ഇതാണ് റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആദിജാതന് മാത്രമാണ് ആ ഞരക്കമുള്ളത്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേർ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു? കർത്താവിന്റെ വചനപ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ നിമജ്ജന സ്നാനം അതിനായി അധികാരപ്പെടുത്തിയ ശുശ്രൂഷകന്റെ കൈക്കീഴിൽ ലഭിച്ചിട്ടുണ്ടോ? വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷ അടയാളത്തോടെ ആ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നുണ്ടോ? ഈ അനുഭവങ്ങൾ സ്വന്തമാക്കിയെങ്കിൽ ആദിജാതന്മാരുടെ സഭയില്ല. അതുകൊണ്ട് മാത്രമായില്ല, ഇതിനായി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ശുശ്രൂഷകർ, അതാണ് ഈ ഷണ്ഡന്മാർ എന്ന് പറയുമ്പോൾ അവർ ജീവകാലം മുഴുവൻ അതിനായി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രതിഷ്ഠ? ലോകം വേണ്ട, സ്വന്തം ബന്ധങ്ങൾ വേണ്ട, ജഡീയ ബന്ധങ്ങൾ വേണ്ട, ലോക സമ്പാദ്യങ്ങൾ വേണ്ട. ഇതെല്ലാം വെറുത്തിട്ട് ജീവനെയും കൂടെ വെറുത്ത് യേശുവിന്റെ പിന്നാലെ പോവുകയാണ്. എത്രയോ പേര് ഇതിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. ആദിജാതന്റെ സഭയായി മാറണമെങ്കിൽ ഈ ക്രമപ്രകാരം ആദിജാതന്റെ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിയണം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയും വേഗം നാം ഇതിനെക്കുറിച്ച് നന്നായി ശ്രദ്ധിച്ച് വചനപ്രകാരം മുൻപോട്ട് പോകണം. പുതിയ നിയമ സഭയ്ക്ക് ഇന്ന് ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷ ഏതാണ്? നാം ആയിരിക്കേണ്ട സഭ ഏതാണ്?
നമ്മെ നടത്തേണ്ടവർ ആരാണ്? ദൈവത്തിന് സ്തോത്രം. നാം എവിടെയാണ് ആരാധിക്കേണ്ടത്? ഇതിനെല്ലാം യേശു സ്ഥാപിച്ച ഒരു വ്യവസ്ഥയുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകണം. കർത്താവ് ഈ ഭൂമിയിൽ വന്ന 12 വരെ തനിക്കായി വേർതിരിച്ചു. അവരെല്ലാം വിട്ട് കർത്താവിന്റെ പിന്നാലെ പോയി. ദൈവത്തിന് സ്തോത്രം. ഇന്നും